കുറച്ച് നാൾ മുമ്പ് ഈ ഒരു ചെറിയ ടാങ്കിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത ചെറിയൊരു ടാങ്കാണ്. മീൻ വളർത്താനായിട്ട് നമുക്ക് പക്കുകറിയൊന്നും വേണമെന്ന് വലിയ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ചെറിയൊരു ബോക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മീനുകളെ വളർത്താം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കാണിച്ച സമയത്ത് അതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് മണി പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണി പ്ലാന്റ് 4 മൂലയിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മണി പ്ലാന്റ് വെള്ളത്തിൽ നമുക്ക് ഫുള്ളായിട്ട് മുക്കി വയ്ക്കാനായിട്ട് സാധിക്കില്ല, കാരണം അതിൻ്റെ ഇലകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മണി പ്ലാന്റ് ഫുള്ളായിട്ട് ഒരു അക്വാട്ടിക് പ്ലാന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് അതിൻ്റെ തണ്ട് മാത്രം അല്ലെങ്കിൽ വേര് മാത്രമേ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം വേറെ പല വെറൈറ്റിയിലുള്ള ചെടികൾ ഇതിനകത്തേക്ക് വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ടാങ്ക് ഫുള്ളായിട്ട് ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വേറെ കുറച്ച് വെറൈറ്റി ഗപ്പികളെയും കൂടി വാങ്ങി ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 1-2 വെറൈറ്റി മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വേറെ പല വെറൈറ്റികളും ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ എല്ലാ സൈഡിലും നിറച്ച് കുഞ്ഞുങ്ങളെയും കാണാനായിട്ടുണ്ട്. അപ്പോൾ ഗപ്പികളെല്ലാം നല്ല രീതിയിൽ തന്നെ ബ്രീഡായിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷും കിടക്കുന്നത് ഞാൻ നേരത്തെ കണ്ടിരുന്നു. വെള്ളം അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല ഇത് ബാൽക്കണി ആയതുകൊണ്ട് ആവശ്യത്തിന് സൺലൈറ്റും കിട്ടുന്നുണ്ട്. സൺലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയാൽ തന്നെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരും. ആൽഗെ വെള്ളത്തിൽ ഫോം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ നിറച്ച് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് ഫുള്ളായിട്ട് പ്ലാന്റ്സ് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൈഡ് ചെയ്തിരിക്കാനായിട്ട് നിറച്ച് ഹൈഡിങ് സ്പോട്ടുകളും ഉണ്ട്. ഗപ്പികളെല്ലാം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഈ ചെടികളൊക്കെ നിറഞ്ഞ് ഫില്ലായി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് കളിക്കാനും ഹൈഡ് ചെയ്ത് നിൽക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഈ മീനുകൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന പെല്ലറ്റിൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റൊക്കെ യൂസ് ചെയ്ത് ഈ ചെടികൾ നല്ല രീതിയിൽ തന്നെ വളർന്നോളും. പിന്നെ ആവശ്യത്തിന് സൺലൈറ്റും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫിൽട്രേഷനായിട്ട് യൂസ് ചെയ്യുന്നത് സബ്മേഴ്സിബിൾ പമ്പാണ്. നേരെ താഴെ, അതായത് ഈ ഒരു ഇടത്തെ സൈഡിലെ മൂലയിലായിട്ട് നിങ്ങൾ കാണുന്ന ഒരു സ്ക്വയർ ബ്ലാക്ക് ബോക്സാണ് ആ ഒരു സബ്മേഴ്സിബിൾ പമ്പ്. വിത്ത് സ്പോഞ്ചാണ് വരുന്നത്. ഫിൽട്രേഷനും കൂടിയുള്ള ആ ഒരു സബ്മേഴ്സിബിൾ പമ്പാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫിൽട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പ്. ഇതിൽ തന്നെ എയറേഷനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് അത്യാവശ്യം നല്ല സർക്കുലേഷനും അതുപോലെ തന്നെ ഓക്സിജൻ്റെ സർക്കുലേഷനും നടക്കുന്നുണ്ട്. പിന്നെ സർക്കുലേഷൻ ചെറിയ രീതിയിൽ നടക്കുമ്പോൾ തന്നെ അഴുക്കൊക്കെ കുറച്ചങ്ങ് പൊങ്ങി ഈ സ്പോഞ്ചിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്പോഞ്ചിലേക്ക് വലിഞ്ഞ് അത് നോർമലായിട്ട് തന്നെ ഫിൽട്ടർ ആയിക്കോളും. പിന്നെ എല്ലാ ആഴ്ചയും ഒരു 30% വാട്ടർ ചേഞ്ചും ആൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഇതിനകത്ത് നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഫ്രഷ് വെള്ളം പിന്നെ നമ്മൾ നിറയ്ക്കുമ്പോൾ ആൽഗയൊക്കെ ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയും. പിന്നെ ഈ ഒരു പമ്പിനകത്ത് സ്പോഞ്ച് ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സ്പോഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ബയോളജിക്കൽ ഫിൽട്രേഷൻ നന്നായിട്ട് നടക്കും. മെക്കാനിക്കൽ ഫിൽട്രേഷൻ മാത്രമല്ല, ബയോളജിക്കൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്പോഞ്ചിനകത്ത് നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് കോളനികൾ കൂട്ടിയിട്ട് നമ്മുടെ അമോണിയ നൈട്രൈറ്റ് ആയിട്ടും പിന്നെ അത് നൈട്രേറ്റ് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യും. നൈട്രേറ്റ് ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ചെടികൾ അത് മൊത്തം യൂട്ടിലൈസ് ചെയ്യും, വളമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണ് ബയോളജിക്കൽ ഫിൽട്രേഷൻ നടക്കുന്നത്. മെക്കാനിക്കൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫിൽട്രേഷൻ, അതായത് ഈ സ്പോഞ്ച് ഈ സബ്മേഴ്സിബിൾ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ അഴുക്ക് ഈ സ്പോഞ്ചിലേക്ക് വലിഞ്ഞു കയറി സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ഫിൽട്ടർ ആവുന്നതാണ് മെക്കാനിക്കൽ ഫിൽട്രേഷൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം നല്ല കണ്ടീഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും നല്ല രീതിയിലുള്ള സർവൈവൽ ഉണ്ടാവും. അതായത് ചെടികളാണെങ്കിൽ നല്ല രീതിയിൽ സർവൈവ് ചെയ്യും, മീനുകളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടക്കും. ഇതുപോലെ മീനുകൾ ഒരു നാച്ചുറൽ ആംബിയൻസിൽ നടക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. പല ആൾക്കാരും ഈ ഒരു ഹോബി ചെയ്യുന്നത് ഇത് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും സെറ്റ് ചെയ്യുന്നത് അക്വേറിയങ്ങളാണ്. ഇനി നിങ്ങൾക്ക് അക്വേറിയം വാങ്ങി അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബ്ലൂ ബോക്സ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ക്രേറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്ലൂ ബോക്സ് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ക്രേറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ ചെറിയ മീനുകളെ വളർത്താവുന്നതാണ്. ഗപ്പി ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗപ്പി പ്ലാറ്റി മോളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ബ്രീഡായി ഇതുപോലെ നിറച്ച് കുഞ്ഞുങ്ങൾ ഇറങ്ങും. ഇതേവിടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷ് കിടന്ന് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ സൈഡിലായിട്ട് ഈ ഒരു ഇടത്തെ വശത്തായിട്ട് നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷ് നടക്കുന്നുണ്ട്. ഈ ഒരു പച്ചപ്പ് ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ക്വാളിറ്റിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വീക്കിലി നമ്മളൊരു 30% വെള്ളം മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് വേറെ ആൽഗെ കാര്യങ്ങളൊന്നും വന്ന് ഈ ഒരു ആംബിയൻസിന് പ്രശ്നം ഉണ്ടാക്കില്ല. ആൽഗെ ഫോം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഈ ചെടികൾക്കെല്ലാം അതൊരു പ്രോബ്ലമാണ്. ആൽഗെ പെട്ടെന്ന് ഫോം ചെയ്യുന്ന ഏത് സിറ്റുവേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൺലൈറ്റും അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് അവർക്ക് ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് ഫുഡ്, ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റാണ്. മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റുമാണ് ഈ ആൽഗയ്ക്ക് മെയിനായിട്ട് അവരുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ വെള്ളത്തിൽ അധികം ഇല്ലാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഗെ ഗ്രോത്ത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. റുട്ടീൻ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന ടാങ്കുകളിൽ ആൽഗെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇത്തരത്തിലുള്ള നാച്ചുറൽ പ്ലാന്റ് സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ പല ആൾക്കാർക്കും സ്ട്രെസ് റിലീഫായിട്ട് തോന്നാറുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഫിഷ് കീപ്പിംഗ് ഹോബീസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റർടൈൻമെൻറ്റുമാണ്, അതേസമയം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവം കൂടിയാണ്. ഇനി ടൈം പാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ഇത് പല ആൾക്കാരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം, അത് അക്വേറിയം ആണെങ്കിലും ഇതുപോലുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിലും
നമ്മൾ കുറച്ച് നേരം ഫീഡ് ചെയ്യുക, മീനുകളെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല എന്ന് നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ടാങ്ക് പ്ലാൻസ് ഒക്കെ നിറഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും ഈ ഒരു ബ്ലൂ ക്രേറ്റിന് എത്രയാണ് പ്രൈസ് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 800 രൂപയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ക്രേറ്റ് ആണ്. ഇത് ഓൺലൈനിൽ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ ക്രേറ്റ് വാങ്ങാനായിട്ട് പറ്റും. ഈ ഒരു സംഭവമാണ് ഇതിനകത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഉള്ളത്. പിന്നെ വരുന്നത് സബ്മേഴ്സിബിൾ പമ്പാണ്. ആ പമ്പിന് ഏകദേശം 300-350 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഈ ചെടികളും മീനുകളും മാത്രമാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ചില ചെടികളുടെ ഇലയിൽ ബ്ലാഡർ സ്നെയിലുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് കാട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ. അത് ഈ ചെടികളിൽ പറ്റിപ്പിടിച്ച് വരുന്നതാണ്. എടുത്ത് കളയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് ടാങ്കുകളിലൊക്കെ പെറ്റി പെരുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.